കൊച്ചി സേലം ദേശീയപാതയിൽ യുവാക്കളുടെ സാഹസിക യാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിലിരുന്നാണ് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. കഞ്ചിക്കോട് സിഗ്നൽ കഴിഞ്ഞയുടൻ വാഹനത്തിലുണ്ടായിരുന്ന 4 യുവാക്കൾ ഡോറിൽ കയറി ഇരിക്കുകയായിരുന്നു. മറ്റ് യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെയാണ് യുവാക്കൾ സാഹസിക യാത്ര നിർത്തിയത്. സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പുറകിലിരുന്ന് വീഡിയോ എടുക്കുന്നത് ദൃശ്യങ്ങളിൽ പതിഞ്ഞതോടുകൂടിയാണ് യുവാക്കൾ ഈ സാഹസിക യാത്ര അവസാനിപ്പിച്ചത്. കഞ്ചിക്കോട് സിഗ്നൽ കഴിഞ്ഞ് ഫ്ലൈ ഓവർ ഭാഗത്ത് വെച്ചാണ് ഈ യുവാക്കൾ ഇതുപോലെ വലിയ സാഹസിക യാത്ര നടത്തിയത്. ആ ഡോറങ്ങാനും തുറന്നാൽ നേരെ റോഡിലാണ്. റോഡിൽ മാത്രമല്ല വീഴുക, പിന്നാലെ വരുന്ന വാഹനം ഇവരുടെ ദേഹത്ത് കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ പലതവണ പലകുറി റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ പലപ്പോഴും മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇത്തരത്തിലുള്ള സാഹസിക യാത്രകളൊക്കെ കാണിച്ച് വിദ്യാർത്ഥികൾ പണി വാങ്ങുന്നത്. ഇതിപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറ് കേരളത്തിൻ്റെ അതിർത്തിയിൽ കഞ്ചിക്കോട് ഭാഗത്താണ് ഈ സാഹസിക യാത്ര നടത്തി ഈ അഭ്യാസം കാണിച്ചത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, എപ്പോഴായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര? ഇവർ തമിഴ്നാട് അതിർത്തി വിട്ടു പോയോ? സാഹസിക യാത്ര നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയതിന് പിന്നീട് അധികൃതർ ആ മേഖലയിൽ പരിശോധന നടത്തി ഇതിനൊരു അറുതി വരുത്തിയതാണ്. പക്ഷേ ഇപ്പോൾ പാലക്കാട് കഞ്ചിക്കോടിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ യുവാക്കൾ ഈ കാറിൻ്റെ ഡോറിൽ കയറി ഇരുന്ന് സാഹസിക യാത്ര നടത്തിയിരിക്കുന്നത്. TN 37 CD 8865 എന്ന രജിസ്ട്രേഷനുള്ള തമിഴ്നാട് രജിസ്ട്രേഷനുള്ള എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞ ഈ കാറിൻ്റെ ഡോറിൽ കയറിയിരുന്ന 4 യുവാക്കളാണ് ഈ സാഹസിക യാത്ര നടത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. കഞ്ചിക്കോട് സിഗ്നൽ പിന്നിട്ടതിന് ശേഷം ഈ 4 യുവാക്കളും ഈ കാറിൻ്റെ ഡോറിൽ കയറിയിരിക്കുകയായിരുന്നു. പിന്നീട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച കുരുതിക്കാട് വരെ ഇത്തരത്തിൽ യുവാക്കൾ ഈ വാഹനത്തിൽ ഈ ഡോറിൽ ഇരുന്നു കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള പാലക്കാട് സ്വദേശികൾ അറിയിക്കുന്നത്. ഈ യുവാക്കൾ ഈ വാഹനത്തിന് പിറകിൽ വന്ന മറ്റു വാഹനങ്ങളിലെ യുവാക്കൾ ദൃശ്യങ്ങൾ പകർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് യുവാക്കൾ ഈ ഡോറിൽ ഉള്ള ഇരുത്തം മാറ്റി വാഹനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകാൻ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള ഭാഗത്തേക്ക് പോവുകയായിരുന്നോ അതല്ല പാലക്കാട് നിന്നും വാളയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു? ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള ആലത്തൂർ സ്വദേശികൾ നൽകിയ വിവരപ്രകാരം വാളയാർ മുതൽ തന്നെ ഈ വാഹനം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഈ വാഹനം ഇവരുടെ വാഹനത്തിന് മുമ്പിലുണ്ടായിരുന്നു. പിന്നീട് കഞ്ചിക്കോട് സിഗ്നൽ എത്തിയപ്പോഴാണ് ഈ യുവാക്കൾ ഡോറിൽ കയറിയിരുന്ന് യാത്ര തുടർന്നത്. കുരുതിക്കാട് എത്തുമ്പോഴേക്കും ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അല്പദൂരം കൂടി സഞ്ചരിച്ച് പുതുശ്ശേരിയിൽ വെച്ച് ഈ വാഹനം തിരിച്ച് തമിഴ്നാട് ഭാഗത്തേക്ക് തന്നെ അല്ലെങ്കിൽ വാളയാർ ഭാഗത്തേക്ക് തന്നെ പോയി എന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള ആലത്തൂർ സ്വദേശികൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് പോലീസിൽ പരാതി നൽകാനാണ് ഇപ്പോൾ ഈ യുവാക്കളുടെ ശ്രമം. കേരളത്തിലെ അതിർത്തിയിലുണ്ടെങ്കിൽ നമ്പർ വെച്ച് അവരെ ട്രേസ് ചെയ്യുക, മെമ്മോ കൊടുക്കുക, അത്യാവശ്യം പിഴ ഈടാക്കണമെങ്കിൽ പിഴ ഈടാക്കുക. ഡ്രൈവറുടെ ലൈസൻസ് പോലും കട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാരണവശാലും വാഹനങ്ങളിൽ ഇങ്ങനെ സാഹസിക യാത്ര നടത്തി ഉള്ള ജീവിതം വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കരുത് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്. നമ്മൾ സാധാരണ പറയും. അതേപോലെ വലിയ അപകടമുണ്ടാവും. നിങ്ങൾ കണ്ടതല്ലേ ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത ആലപ്പുഴയിൽ കളർകോട്? അത് മഴയത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ സ്പീഡും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഡ്രൈവിംഗ് പരിചയം കുറവുള്ളൊരു ഡ്രൈവർ ഓടിച്ചു, അതായിരിക്കാം കാരണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് അഹങ്കാരമാണ്. അത് ഈ അഭ്യാസത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അങ്ങനെയൊക്കെ അഡ്വഞ്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ സ്പോർട്സിൽ ചേരൂ. അഡ്വഞ്ചർ സ്പോർട്സിൽ കയറി നിങ്ങൾ വാഹനമൊക്കെ ഓടിച്ച് നിങ്ങൾക്ക് നിയമപ്രകാരം അതൊക്കെ നിങ്ങളുടെ അഡ്വഞ്ചർ സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാമല്ലോ. പക്ഷേ ഇതിങ്ങനെ പൊതുറോഡിൽ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കരുത് എന്നത് നമ്മളുടെ വിനീതമായ അപേക്ഷയാണ്.